ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നൊരു സബ്ജക്റ്റാണ്. അതിൽ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന പോർഷനിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നമുക്കറിയാം റോഡിൻ്റെ കുറച്ച് ഹിസ്റ്ററി നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. നമ്മുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ച എക്സാമിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും മുമ്പേ ഉള്ള എക്സാംസിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ, നമ്മുടെ ഓവർസിയർ എക്സാമിൻ്റെ സിലബസിൽ ഈ ഒരു ഹിസ്റ്ററിയെ പറ്റിയൊക്കെ സിലബസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ജയകർ കമ്മിറ്റിയെ പറ്റിയൊക്കെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു ടോപ്പിക്ക് നോക്കിക്കൊണ്ട് പോവുക. നമുക്ക് ആദ്യം നോക്കാണ്ട് ആ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നതാണ് റോമൻ റോഡ്സ് അല്ലേ. റോമൻ റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമൻ റോഡ്സിൽ പറയുന്നത് എന്തൊക്കെയാണ്? അതിൽ നമ്മൾ റോമൻ റോഡ്സിൽ നമ്മൾ ഫസ്റ്റ് റോമൻ റോഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഫസ്റ്റ് റോമൻ റോഡ് എന്ന് പറയുന്നത് ആപ്പിയൻ വേ ആണല്ലേ. ആപ്പിയൻ വേ ആണ് നമ്മുടെ ഫസ്റ്റ് റോമൻ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റോമൻ റോഡ് എന്ന് പറയുന്നത് ആപ്പിയൻ വേ ആണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്വീൻ ഓഫ് റോഡ് എന്ന് പറയാമല്ലേ. ക്വീൻ ഓഫ് റോഡ് എന്ന് പറയാം. ഓക്കെ, ക്വീൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞാലും ഈ ഒരു ആപ്പിയൻ വേ ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ റോമൻസിന് നമുക്ക് എന്ത് പറയാം? റോമൻസിന് പയനീഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയാമല്ലേ. പയനീഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റോമൻസിനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഈ ഒരു റോമൻ റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്രോസ് സ്ലോപ്പ് ഒന്നും കൊടുത്തിരുന്നില്ല. അതായത് സർഫേസ് സോഴ്സിലായാലും സബ് ഗ്രേഡിലായാലും ക്രോസ് സ്ലോപ്പ് കൊടുത്തിരുന്നില്ല. സോ നോ ക്രോസ് സ്ലോപ്പ്. ഓക്കെ, നോ ക്രോസ് സ്ലോപ്പ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു റോമൻ റോഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.75 to 1.2 മീറ്റർ ആയിരുന്നു. ഡെപ്ത് കൂടുതലായിരുന്നു. സോ വാല്യൂസ് വരുന്നത് 0.75 to 1.2 മീറ്റർ ആണ് വരുന്നത്. ഇവിടെ നോ ഗ്രേഡിയൻ്റ് ഒന്നും കൊടുത്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു റോമൻ റോഡിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ട്രസാഗട്ട് റോഡാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ട്രസാഗട്ട് റോഡ്. ഓക്കെ, ട്രസാഗട്ട് റോഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രസാഗട്ട് റോഡിൽ നമുക്ക് സർഫേസ് കോഴ്സിൽ സ്ലോപ്പ് കൊടുത്തിരുന്നു അല്ലേ. സർഫേസ് കോഴ്സിൽ സ്ലോപ്പ് കൊടുത്തിരുന്നു. ആ സ്ലോപ്പ് എത്രയാണ്? 1/45 ആണല്ലേ. സർഫേസ് കോഴ്സിൽ സ്ലോപ്പ് കൊടുത്തിരുന്നു. അതെത്രയാണ്? 1/45 ആണ്. ഇവിടെ നമുക്ക് തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് പറയുന്നത് എത്രയാണ്? തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, ഈ ട്രസാഗട്ട് റോഡിൻ്റെ ഈ ഒരു തിക്നെസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, മുമ്പേ ഉള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രസാഗട്ടിലെ സ്ലോപ്പ് പറയുന്നത് 1/45 ആണ്. അവിടെ തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ സബ് ഗ്രേഡിൽ സ്ലോപ്പ് ഒന്നും കൊടുത്തിരുന്നില്ല. സബ് ഗ്രേഡിൽ ക്രോസ് സ്ലോപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മെഡ്ഹാഫ്. ഓക്കെ, മെഡ്ഹാഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡ്ഹാഫ് നമുക്ക് ഇംഗ്ലണ്ടിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. അവിടെ 290 കിലോമീറ്റർ ലെങ്തിലായിരുന്നു അത് അവിടെ അന്ന് കൺസ്ട്രക്ട് ചെയ്തത്. ഇംഗ്ലണ്ടിലാണ് അത് കൺസ്ട്രക്ട് ചെയ്ത് 290 കിലോമീറ്ററിലാണ് അന്ന് അത് അവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തതാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടെൽഫോർഡ് റോഡ്. ഓക്കെ, ടെൽഫോർഡ് റോഡും നമ്മുടെ ഈ ഒരു ട്രസാഗട്ട് പോലെ തന്നെയാണ്. നമുക്കവിടെ സ്ലോപ്പ് വരുന്നത് സർഫേസ് കോഴ്സിൽ മാത്രമാണ് അവിടെയും സ്ലോപ്പ് കൊടുത്തിരുന്നത്. അവിടുത്തെ സ്ലോപ്പ് വരുന്നത് എത്രയാണ്? 1/45 തന്നെയായിരുന്നു. 1/45 തന്നെയാണ് അവിടെയും സ്ലോപ്പ് വരുന്നത്. സബ് ഗ്രേഡിൽ ക്രോസ് സ്ലോപ്പ് ഇല്ലായിരുന്നു. ഇനി ഇവിടുത്തെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് പറയുന്നത് 41 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, 41 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ഇനി അതിൻ്റെ സൈഡിൽ, അതായത് ഇങ്ങനെയുള്ളൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലോപ്പിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് 17 സെൻറ്റിമീറ്ററും ഈ സെൻറ്ററിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അതോടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ടോട്ടൽ തിക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ 41 സെൻറ്റിമീറ്റർ ആണ് പറയേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ മെക്കാഡം റോഡ്. ഓക്കെ, നമ്മുടെ മെക്കാഡം റോഡാണ് അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാഡം റോഡിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? മെക്കാഡം റോഡാണ് നമ്മുടെ ന്യൂ മെത്തേഡ് എന്ന് പറയാം, അല്ലെ. ന്യൂ മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ തന്നെ ഡെവലപ്ഡ് മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഇനി അതുപോലെ തന്നെ സയൻറ്റിഫിക് തിങ്ങിൽ ആദ്യത്തെ റോഡ് കൺസ്ട്രക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഈ ഒരു മെക്കാഡം റോഡ് മെത്തേഡാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ മെക്കാഡം ആണ്. ഫാദർ ഓഫ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോൺ മെക്കാഡം ആണ്. ഇവിടുത്തെ ക്രോസ് സ്ലോപ്പ്, ഇവിടെ നമുക്ക് സബ് ഗ്രേഡിലും അതുപോലെ തന്നെ സർഫേസ് കോഴ്സിലും സ്ലോപ്പ് കൊടുത്തിരുന്നു. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/36 ആണ്. ഓക്കെ, സ്ലോപ്പ് 1/36 ആണ്.
ഇനി ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡെപ്ത് 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു മെക്കാഡം റോഡിലുള്ളത്. അടുത്ത് നമ്മുടെ റീസെൻ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റോഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ CBR ആണ്. ഓക്കെ, ഇപ്പോഴത്തെ റോഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ CBR ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആ ഒരു റോഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഇന്ത്യയിലുള്ള റോഡ് ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഫസ്റ്റ് റോഡ് ഏതാണ്? ഫസ്റ്റ് റോഡിനെയാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഫസ്റ്റ് റോഡ് ഏതാണ്? ഇന്ത്യയിലുള്ള ഫസ്റ്റ് റോഡ് എന്ന് പറയുന്നത് GT റോഡ് എന്ന് പറയാമല്ലേ. GT റോഡ് എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഓക്കെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡിനെയാണ് നമ്മൾ GT റോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കുറച്ച് ഈ വർഷങ്ങൾ നോക്കാണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഓവർസിയർ എക്സാമിനൊന്നും ഈ ഒരു ഹിസ്റ്ററിയിലൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കൊക്കെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വർഷങ്ങൾ, ഇയർ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യത്തേതാണ് 1835 വരുന്നത്. 1835 പ്രത്യേകത എന്താണ്? ഫസ്റ്റ് മിലിറ്ററി റോഡ്. ഓക്കെ, ഫസ്റ്റ് മിലിറ്ററി റോഡാണ് 1835. ദെൻ 1854 നമ്മുടെ CPWD, അതായത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, CPWD ആണ് 1854 കണ്ടുപിടിച്ചത്. ദെൻ അടുത്ത് വരുന്നതാണ് 1927. 1927 ഏതാണ്? ജയഗർ കമ്മിറ്റി. ഓക്കെ, ജയഗർ കമ്മിറ്റിയാണ് 1927 വരുന്നത്. ദെൻ 1928 ഈ ജയഗർ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് പാസ്സാക്കി. ഓക്കെ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1928 ദെൻ 1929 നമുക്കതിനുള്ള ഫണ്ട് അലോട്ട് ചെയ്തു. ഓക്കെ, ഫണ്ട് അലോട്ട് ചെയ്തു. ദെൻ 1930 എന്താണ് സംഭവിച്ചത്? 1930 സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ വന്നു. ഓക്കെ, സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ വന്നത് എപ്പോഴാണ്? 1930. ഓക്കെ, ദെൻ 1934 നമ്മുടെ IRC രൂപം കൊണ്ടു അല്ലേ. 1934 IRC രൂപം കൊണ്ടു. ദെൻ അതുപോലെ 1939 മോട്ടോർ ആക്ട് വന്നു. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നത് 1939. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് 1952 എന്താണ്? CRRI. ഓക്കെ, 1952 CRRI എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. CRLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് 1952 വന്നത്. ഓക്കെ, ഇനി ദെൻ 1956 പറയുന്നത് എന്താണ്? നമ്മുടെ NH ആക്ട്. ഓക്കെ, NH ആക്ട് വരുന്നത് 1956. NHA ആക്ട് വരുന്നത് 1956. ദെൻ 1960 BRO വന്നു. ഓക്കെ, 1960 BRO വന്നു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. 1960 BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ 1973 എന്താണ് വന്നു? HRB. ഓക്കെ, 1973 HRB ഹൈവേ റിസർച്ച് ബോർഡാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, 1973 HRB ഹൈവേ റിസർച്ച് ബോർഡ്. ദെൻ 1988 നമ്മുടെ NHAI വന്നു. ഓക്കെ, NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അത്രയാണ് ആ ഒരു ഇയർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വിക്ക് റിവിഷനിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് റോഡ് പ്ലാൻ. ഓക്കെ, ഇന്ത്യയിലുള്ള നമ്മുടെ റോഡ് പ്ലാൻസ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ 20 ഇയർ പ്ലാൻസ് ഉണ്ടല്ലോ, 3 20 ഇയർ പ്ലാൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആദ്യം വരുന്നതാണ് ഫസ്റ്റ് 20 ഇയർ പ്ലാൻ. ഫസ്റ്റ് 20 ഇയർ പ്ലാൻ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് 20 ഇയർ പ്ലാൻ്റെ ഇയർ വരുന്നത് എപ്പോഴാണ്? 1943 മുതൽ 1963 വരെയാണ് വരുന്നത്. ഓക്കെ, ഇയർ വരുന്നത് 1943 മുതൽ 1963 വരെയാണ്. ദെൻ അടുത്ത് നമുക്കിതിനെന്താണെന്ന് പറയുന്നു? നമ്മുടെ നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് പറയുന്നു. ഓക്കെ, നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് 20 ഇയർ പ്ലാനിനെയാണ്. ഇനി ഈ ഫസ്റ്റ് 20 ഇയർ പ്ലാനിലാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, റോഡിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിലാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിലാണ്. അത് ഏതൊക്കെയാണ്? നമുക്ക് NH ഉണ്ട്, അതുപോലെ തന്നെ SH ഉണ്ട്. ഓക്കെ, NH, SH, അതുപോലെ തന്നെ MDR, അതുപോലെ തന്നെ ODR, VR. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു റോഡ് പ്ലാനിലാണ്. ഇനി ഇവിടുത്തെ നമ്മുടെ ഡെൻസിറ്റി, ടാർഗറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 16 കിലോമീറ്റർ ആണ്. 16 km/100 km² ആണ്
ടാർഗറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 16 km/100 km² ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പാറ്റേൺ എങ്ങനെയായിരുന്നു? സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആണ് അവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ആ റോഡിൻ്റെ പാറ്റേൺ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആയിരുന്നു. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് 20 ഇയർ പ്ലാനിൽ വരുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് 20 ഇയർ പ്ലാൻ. സെക്കൻഡ് 20 ഇയർ പ്ലാനിൽ നമുക്ക് എന്ത് പറയാം? ബോംബെ 20 ഇയർ പ്ലാൻ എന്ന് പറയാം, അല്ലെ? ബോംബെ റോഡ് പ്ലാൻ എന്ന് പറയാം. അതിൻ്റെ ഇയർ വരുന്നത് എപ്പോഴാണ്? അത് 1961 മുതൽ 1981 വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ടാർഗറ്റ് ഡെൻസിറ്റി എത്രയായിരുന്നു? ടാർഗറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 32 km/100 km² ആണ്. ഓക്കെ, 32 km/100 km² ആണ്. ഇനി ഇവിടെയാണ് നമ്മൾ എക്സ്പ്രസ് വേ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലേ? എക്സ്പ്രസ് വേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സെക്കൻഡ് 20 ഇയർ പ്ലാനിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് വേയുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 1600 km ആയിരുന്നു. ഓക്കെ, എക്സ്പ്രസ് വേയുടെ ടാർഗറ്റ് 1600 km ആയിരുന്നു. ഫസ്റ്റ് എക്സ്പ്രസ് വേ ബോംബെ ടു പൂനെ ആയിരുന്നു. ഓക്കെ, അത്രയാണ് ആ ഒരു സെക്കൻഡ് 20 ഇയർ പ്ലാനിൽ വരുന്നത്. ദെൻ അടുത്തതാണ് തേർഡ് 20 ഇയർ പ്ലാൻ. ഓക്കെ, തേർഡ് 20 ഇയർ പ്ലാൻ വർഷം എത്രയാണ് വരുന്നത്? 1981 മുതൽ 2001 വരെയാണ് വർഷം വരുന്നത്. അതിലെന്താണെന്ന് പറയുന്നത്? ലക്നൗ എന്നാണ് പറയുന്നത്. ലക്നൗ റോഡ് പ്ലാൻ എന്നാണ് പറയുന്നത്. ഇതിലോട്ട് നമ്മുടെ ടാർഗറ്റ് ഡെൻസിറ്റി എത്രയാണ് വരുന്നത്? 82 km/100 km² ആണ് വരുന്നത്. ഓക്കെ, 82 km/100 km² ആണ് വരുന്നത്. ഇവിടെ നമ്മൾ മോഡേൺ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ? നമ്മൾ മോഡേൺ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു തേർഡ് 20 ഇയർ പ്ലാനിലാണ്. അത് ഏതൊക്കെയാണ്? വേറൊന്നുമല്ല, പ്രൈമറി, അതുപോലെ തന്നെ സെക്കൻഡറി, അതുപോലെ തന്നെ ടെറിട്ടറി. ഓക്കെ, ആ ഒരു 3 മെത്തേഡിലാണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു പോയിന്റ് ഇത്രയാണ്, അതവിടെ ക്ലോസ് ആയി. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 4 മെട്രോപൊളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന പ്രോജക്റ്റിന് നമ്മൾ എന്താണ് പറയുന്നത്? 4 മെട്രോപൊളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന പ്രോജക്റ്റിന് നമ്മൾ എന്താണ് പറയുന്നത്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ മെട്രോപൊളിറ്റൻ സിറ്റീസ്? ഏതൊക്കെയാണ്? ചെന്നൈ വരുന്നുണ്ട്, മുംബൈ വരുന്നുണ്ട്, ഡൽഹി വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊൽക്കത്ത. ഓക്കെ, ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിനെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അടുത്ത് വരുന്നത്. അതിൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ബേസ്ഡ് ഓൺ വെതർ, അതായത് വർക്കിംഗ് കണ്ടീഷൻ, ഡിഫറെൻറ്റ് വെതർ കണ്ടീഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് വർക്കിംഗ് കണ്ടീഷനാണ് വരുന്നത്. സോ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അതിൽ പറയുന്നത് ആൾ വെതർ കണ്ടീഷനുണ്ട്. ആൾ വെതർ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വെതർ കണ്ടീഷനിലും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫെയർ വെതർ. ഓക്കെ, ഫെയർ വെതർ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൺസൂൺ സീസണിൽ നമുക്ക് ആ റോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതർ സീസണിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫെയർ വെതർ റോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം മറ്റൊരു ക്ലാസിഫിക്കേഷൻ കളറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. കളറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതാണ്? നമ്മുടെ ബിറ്റുമിനസ് റോഡ് വരും, അതുപോലെ തന്നെ കോൺക്രീറ്റ് റോഡ് വരും. ബിറ്റുമിനസ് റോഡ് ആണെങ്കിൽ ബ്ലാക്ക് കളറാണ്, കോൺക്രീറ്റ് റോഡ് ആണെങ്കിൽ വൈറ്റ് കളറാണ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ നമുക്ക് അർബൻ റോഡ്സ് എന്നും അതുപോലെ തന്നെ റൂറൽ റോഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അർബൻ റോഡ്സ് എന്നും റൂറൽ റോഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അർബൻ റോഡ്സിൽ വരുന്നതാണ് നമ്മുടെ എക്സ്പ്രസ് വേ വരും. ഓക്കെ, അർബൻ റോഡ്സിൽ വരുന്നതാണ് എക്സ്പ്രസ് വേ, അതുപോലെ തന്നെ ആർട്ടീരിയൽ റോഡ്. ഓക്കെ, ആർട്ടീരിയൽ റോഡ്, അതുപോലെ തന്നെ സബ് ആർട്ടീരിയൽ റോഡ്, ദെൻ കളക്ടർ വേ, കളക്ടർ സ്ട്രീറ്റ്, അതുപോലെ തന്നെ ലോക്കൽ. ഓക്കെ, കളക്ടർ സ്ട്രീറ്റും ലോക്കൽ സ്ട്രീറ്റും വരും. ഇനി റൂറൽ റോഡ്സ് ഏതൊക്കെയാണ്? നമ്മുടെ NH, അതുപോലെ SH, MDR, അതുപോലെ നമ്മുടെ ODR, VR. ഇത്രയാണ് റൂറൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. റൂറൽ ക്ലാസിഫിക്കേഷനും അർബൻ റോഡും. ഓക്കെ, അർബൻ റോഡിൽ വരുന്നതാണ് എക്സ്പ്രസ് വേ, അതുപോലെ ആർട്ടീരിയൽ റോഡ്, സബ് ആർട്ടീരിയൽ റോഡ്, കളക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്. റൂറൽ റോഡിൽ വരുന്നതാണ് NH, SH, MDR, ODR, VR. ഓക്കെ, ഇനി അതിനെ പറ്റിയാണ് നമുക്കടുത്ത് നോക്കേണ്ടത്. ഈ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്? ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണല്ലേ, ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ആക്സസ് ആയിരിക്കും. നമുക്ക് എല്ലായിടവും ആക്സസ് കാണത്തില്ല, ലിമിറ്റിംഗ് ആക്സസ് ആയിരിക്കും. അതുപോലെ തന്നെ പാർക്കിംഗ് അനുവദിക്കില്ല, അതുപോലെ തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഒന്നും അവിടെ നമുക്ക് അനുവദിക്കില്ല. ഓക്കെ,
ഇനി അതാണ് എക്സ്പ്രസ് വേ. ഇനി ആർട്ടീരിയലാണെങ്കിൽ നമ്മൾ മെയിൻ പോയിൻറ്റ്സിന്, അതായത് 2 മെയിൻ സിറ്റീസിന് അല്ലെങ്കിൽ 2 മെയിൻ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തത്, ഒരു സിറ്റിയിലുള്ള തന്നെ 2 മെയിൻ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ് ആർട്ടീരിയൽ റോഡ്. ഒരു സിറ്റിയിലുള്ള തന്നെ 2 മെയിൻ പോയിൻറ്റ്സിനെ അല്ലെങ്കിൽ ബിസി പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടീരിയൽ റോഡെന്ന് പറയുന്നത്. ഇനി സബ് ആർട്ടീരിയൽ റോഡാണെങ്കിലോ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റ്. ഇതിനെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആർട്ടീരിയൽ. ഓക്കെ. ഇനി സബ് ആർട്ടീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡീവിയേഷൻ പാത്തിലൂടെ ആയിരിക്കും ഈ എയും ബിയും എന്ന പോയിന്റിനെ കണക്ട് ചെയ്യുന്നത്. അതാണ് സബ് ആർട്ടീരിയൽ റോഡ്. അതാണ് ഒരു ഡീവിയേഷൻ പാത്ത് ഉണ്ടാവും. സബ് ആർട്ടീരിയൽ റോഡിൽ ഒരു ഡീവിയേഷൻ പാത്ത് ഉണ്ടാവും. അതാണ് സബ് ആർട്ടീരിയൽ റോഡ്. ഇനി ഈ ഒരു സബ് ആർട്ടീരിയൽ റോഡും ആർട്ടീരിയൽ റോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സബ് ആർട്ടീരിയൽ റോഡിൽ നമ്മുടെ ട്രാഫിക് മൊബിലിറ്റി കുറവായിരിക്കും. ഓക്കെ. സബ് ആർട്ടീരിയൽ റോഡിൽ ട്രാഫിക് മൊബിലിറ്റി കുറവായിരിക്കും. അത് കൺഫ്യൂഷൻ ആവല്. ആർട്ടീരിയൽ റോഡെന്ന് പറയുന്നത് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന റോഡാണ് ആർട്ടീരിയൽ റോഡ്. സബ് ആർട്ടീരിയൽ റോഡെന്ന് പറഞ്ഞാൽ ഒരു ഡീവിയേഷൻ പാത്തിലൂടെ ആയിരിക്കും ആ 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റിനെ കണക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. ഇനി നമ്മൾ ആർട്ടീരിയൽ റോഡും സബ് ആർട്ടീരിയൽ റോഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സബ് ആർട്ടീരിയൽ റോഡിൽ ട്രാഫിക് മൊബിലിറ്റി കുറവായിരിക്കും. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ കളക്ടർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയാസിലുള്ള റോഡിനെയൊക്കെ കണക്ട് ചെയ്ത് കുറച്ചുകൂടെ ഹയർ കാറ്റഗറി റോഡിലോട്ട് കണക്ട് ചെയ്യും. റെസിഡൻഷ്യൽ ഏരിയയിലുള്ള റോഡിനെ കളക്ട് ചെയ്ത് കുറച്ചുകൂടെ ഹയർ കാറ്റഗറി റോഡിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള റോഡിനെ കളക്ട് ചെയ്ത് എവിടെ കൊണ്ടുപോകും? ഹയർ കാറ്റഗറി റോഡിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ. ഹയർ കാറ്റഗറി റോഡിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കളക്ടർ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള റോഡ്സിനെയാണ് നമ്മൾ ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത റൂറൽ റോഡ്സിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് NH എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹൈവേ ആണ്. സോ അത് നമുക്കൊരു ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എയർപോർട്ട്, അതുപോലെ തന്നെ സീ പോർട്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസ്, അതുപോലുള്ള സ്പേസിനെയൊക്കെ കണക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ. ഓക്കെ. ഇതാണ് നാഷണൽ ക്യാപിറ്റൽ, ഞാൻ NC എന്ന് പറയുന്നു. ഈ നാഷണൽ ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റലിനെയും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റലുകളെ തമ്മിലും കണക്ട് ചെയ്യുന്നു. ഈ നാഷണൽ ഹൈവേയുടെ കാര്യമാണ് പറയുന്നത്. നാഷണൽ ക്യാപിറ്റലിനെയും സ്റ്റേറ്റ് ക്യാപിറ്റലിനെയും കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റലുകളെ തമ്മിലും അത് കണക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തതാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? സ്റ്റേറ്റ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിനെ കണക്ട് ചെയ്യും. ഓക്കെ. സ്റ്റേറ്റ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിനെ കണക്ട് ചെയ്യും. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ. ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിനെയും തമ്മിൽ അത് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ വരുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നു. അതുപോലെ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സുകളെ തമ്മിലും അത് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് തമ്മിലും ഈ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് കണക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റലും ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സും കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ക്യാപിറ്റലും നമ്മുടെ നെയ്ബർ സ്റ്റേറ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെയും കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സുകളെ തമ്മിലും കണക്ട് ചെയ്യുന്നു. അതാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത് നമ്മുടെ MDR എന്ന് പറഞ്ഞാൽ എന്താണ്? MDR എന്ന് പറഞ്ഞാൽ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ്സിനെയാണ് നമ്മൾ MDR എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഒരു മേജർ ഡിസ്ട്രിക്റ്റ് റോഡ്, അതായത് ഒരു ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. സോ ഒരു ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിലെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മേജർ പ്രൊഡക്ഷനും മേജർ മാർക്കറ്റിംഗ് ഉള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെ നമ്മൾ മേജർ പ്രൊഡക്ഷനും മേജർ മാർക്കറ്റിങ്ങിനും ഉള്ള സ്പേസിനെ അല്ലെങ്കിൽ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് നമ്മൾ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള മേജർ പ്രൊഡക്ഷൻ പ്ലേസിനെയും അതുപോലെ തന്നെ മേജർ മാർക്കറ്റിംഗ് സ്പേസിനെയും കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് നമ്മൾ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ODR എന്ന് പറഞ്ഞാൽ അതർ ഡിസ്ട്രിക്റ്റ് റോഡാണ്. ODR എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയും മേജർ ഡിസ്ട്രിക്റ്റ് റോഡിൽ പറഞ്ഞത് മേജർ പ്രൊഡക്ഷനും മേജർ മാർക്കറ്റിങ്ങിനും ഉള്ള സ്ഥലത്തിനെയാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ ODR വരുമ്പോൾ റൂറൽ പ്രൊഡക്ഷൻ, അതായത് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കുറവാണ് അവിടെ. അങ്ങനെയുള്ള റൂറൽ പ്രൊഡക്ഷനും റൂറൽ മാർക്കറ്റിങ്ങിനും ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ODR. ഓക്കെ. ഇനി VR എന്ന് പറഞ്ഞാൽ വില്ലേജ് റോഡാണ്. അത് നമ്മുടെ വില്ലേജിലുള്ള റോഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ
വില്ലേജുള്ള റോഡ്സിനെ കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വില്ലേജ് ടുഗദർ, വില്ലേജുകൾ തമ്മിലും അത് കണക്ട് ചെയ്യുന്നു. അതാണ് വില്ലേജ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ഹൈവേ അലൈൻമെൻറ്റ്. ഓക്കെ, ഹൈവേ അലൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൈവേ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നമ്മുടെ സെൻറ്റർ ലൈൻ, നമ്മുടെ ഹൈവേയിൽ അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്റർ ലൈനിൻ്റെ പൊസിഷൻ ലേ ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈവേ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ലൈനിൻ്റെ പൊസിഷൻ ലേ ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അത് ഷോർട്ടായിരിക്കണം, അതുപോലെ തന്നെ എക്കണോമിക്കലായിരിക്കണം, അതുപോലെ തന്നെ സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ആയിരിക്കണം. ഓക്കെ, അവിടെ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഷോർട്ടായിരിക്കണം, എക്കണോമിക്കലായിരിക്കണം, സേഫ് ആയിരിക്കണം, ഈസി ആയിരിക്കണം. ഓക്കെ, അതാണ് ആ ഒരു അലൈൻമെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുന്നത് നമ്മുടെ ഈ ഒരു ഹൈവേ അലൈൻമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ഹൈവേ അലൈൻമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഒബ്ലിഗേറ്ററി പോയിൻറ്റ്സ്. ഓക്കെ, ഒബ്ലിഗേറ്ററി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഹൈവേ അലൈൻമെൻറ്റ് പാസ് ചെയ്ത് പോകാവുന്ന സ്ഥലങ്ങളുമുണ്ട്, പാസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അതായത് ഹൈവേ അലൈൻമെൻറ്റ് മസ്റ്റായിട്ട് പാസ് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളുമുണ്ട്, പാസ് ചെയ്ത് പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഈ രണ്ട് പോയിൻറ്റ്സിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഒബ്ലിഗേറ്ററി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എ മുതൽ ബി വരെ പോകണമെന്ന് വെച്ചോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട്. ഓക്കെ, ഈ ക്ഷേത്രമുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊളിച്ചിട്ട് നമുക്കവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് എന്തോന്ന് പറയുന്നത് നമ്മുടെ അലൈൻമെൻറ്റ് പാസ് ചെയ്യാത്ത പോയിന്റ്. ഇത് അലൈൻമെൻറ്റ് പാസ് ചെയ്യാത്ത പോയിന്റ്, ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് പാസ് ചെയ്യാത്ത പോയിന്റ്സ് ആണ്. ഇനി എ മുതൽ ബി വരെ നമുക്ക് പോകണം. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ നമുക്ക് ഈ അലൈൻമെൻറ്റ് എന്തായാലും കടന്നു പോകണം. അപ്പം അവിടെ എന്താണ് ആ പോയിന്റ്സ് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് ഡിഫറൻറ്റ് പോയിന്റിനെയാണ് കോമൺ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഒബ്ലിഗേറ്ററി പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റ് രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രാഫിക് വരുന്നുണ്ട്. ഓക്കെ, ട്രാഫിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജിയോമെട്രിക് ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹൈവേ അലൈൻമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഒബ്ലിഗേറ്ററി പോയിന്റ്സും അതുപോലെ തന്നെ ട്രാഫിക്, ദെൻ ജിയോമെട്രിക് ഡിസൈനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ഈ ഒരു ഹൈവേ അലൈൻമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ. ഓക്കെ, ഏതൊക്കെ സർവേ യൂസ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ആദ്യം നമ്മൾ മാപ്പ് സ്റ്റഡി ചെയ്യുമല്ലേ, നമ്മൾ സ്റ്റഡി ചെയ്യും. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് മാപ്പ് സ്റ്റഡി. മാപ്പ് സ്റ്റഡിയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? അതിൻ്റെ ആ ഒരു ഇപ്പം എനിക്ക് എ മുതൽ ബി വരെ പോകണമെന്ന് വെച്ചോ. അപ്പോൾ എ മുതൽ ബി വരെ പോകാൻ പറ്റുന്ന എല്ലാ അൾട്ടർനേറ്റീവ് റൂട്ട്സും നമുക്ക് മാപ്പ് വഴി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതുവഴി ഒരു 5 അൾട്ടർനേറ്റീവ് റൂട്ട് കിട്ടിയെന്ന് വെച്ചോ. മാപ്പ് സ്റ്റഡി ചെയ്തപ്പോൾ 5 അൾട്ടർനേറ്റീവ് റൂട്ട് കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു 5 അൾട്ടർനേറ്റീവ് റൂട്ടിൽ നമുക്ക് ഏതൊക്കെയാണ് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? റെക്കഗ്നൈസൻസ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെക്കഗ്നൈസൻസ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് അലൈൻമെൻറ്റിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ യൂസ് ചെയ്യുന്നത്. ഈ റെക്കഗ്നൈസൻസ് സർവേ നമുക്കറിയാം, ഫസ്റ്റ് ഫീൽഡ് വിസിറ്റ് എന്നൊക്കെ പറയുന്നത് റെക്കഗ്നൈസൻസ് സർവേ ആണ്. അതുപോലെ നമ്മൾ മൈനർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് കൊണ്ടുപോകുന്നത്, മേജർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുപോകാറില്ല, മൈനർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് സ്റ്റഡിയിൽ നമ്മൾ 5 റൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ റെക്കഗ്നൈസൻസ് സർവേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ 5 ഒരു 3 റൂട്ടിനെ ഒഴിവാക്കിയിട്ട് 2 റൂട്ട് സെലക്ട് ചെയ്തു. 2 അലൈൻമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഈ 2 അലൈൻമെൻറ്റിൽ ഏതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രിലിമിനറി സർവേ. ഓക്കെ, പ്രിലിമിനറി സർവേയിലാണ് നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അലൈൻമെൻറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ പ്രിലിമിനറി സർവേയിലാണ്. ഓക്കെ, ഈ പ്രിലിമിനറി സർവേയിൽ നമ്മൾ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജീസ് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് തിയോഡലൈറ്റ് പോലുള്ള കുറച്ചുകൂടെയൊക്കെ മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രിലിമിനറി സർവേയിൽ തന്നെ സോയിൽ സർവേ ഒക്കെ നമ്മളവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോയിൽ സർവേ നമ്മൾ ഈ ഒരു പ്രിലിമിനറി സർവേയിൽ തന്നെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ എന്തോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ ഒരു അലൈൻമെൻറ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. ഇനി നമ്മൾ അതിനെ ഫീൽഡിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യണം. അതാണ് ഫൈനൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ ലൊക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ
ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ മാപ്പ് സ്റ്റഡി ചെയ്തപ്പോൾ കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള അലൈൻമെൻറ്റ് കിട്ടി. അതിൽ നിന്ന് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ ചെയ്തു. ആ റെക്കഗ്നൈസൻസ് സർവേയിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ അലൈൻമെൻറ്റ് ഏതെന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിലിമിനറി സർവേ ചെയ്തു. അപ്പോൾ പ്രിലിമിനറി സർവേ കഴിയുമ്പോൾ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് അലൈൻമെൻറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സെറ്റിംഗ് ഔട്ട് ചെയ്യുക. ആ ഫീൽഡിൽ നമ്മൾ സെറ്റിംഗ് ഔട്ട് ചെയ്യുക. അതിലാണ് നമ്മൾ ഫൈനൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സർവേയാണ് നമ്മൾ ആ ഒരു ഹൈവേ അലൈൻമെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഈ ഒരു ഹൈവേ അലൈൻമെൻറ്റിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഡ്രോയിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ ഇൻഡെക്സ് മാപ്പ്. ഓക്കെ, ഇൻഡെക്സ് മാപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്? ടോപ്പോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇൻഡെക്സ് മാപ്പിൽ ടോപ്പോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ് ഇൻഡെക്സ് മാപ്പിൽ വരുന്നത്. രണ്ടാമത്തേതാണ് നമ്മുടെ കീ മാപ്പ്. ഓക്കെ, കീ മാപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്? റോഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. അതായത് എക്സിസ്റ്റിംഗ് റോഡാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും, അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് റോഡാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കീ മാപ്പിൽ വരുന്നത്. റോഡ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, എക്സിസ്റ്റിംഗ് റോഡാണെങ്കിൽ അത്, പ്രപ്പോസ്ഡ് റോഡാണെങ്കിൽ അത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു കീ മാപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് മാപ്പിൽ ടോപ്പോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി പ്രിലിമിനറി സർവേ ഉണ്ട്. സർവേ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിലിമിനറി സർവേ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി സർവേയിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വിക്ക് റിവിഷനിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.